സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടുവല്ലോ. തങ്ങൾക്ക് ലക്ഷ്യം കാണാൻ പറ്റിയില്ല എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അതിസൂക്ഷ്മമായ ചാര സംവിധാനങ്ങളെ ഹമാസ് എങ്ങനെ അതിജീവിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന് അവരെ സഹായിച്ചത് ഇറാന്റെ തന്ത്രങ്ങളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രയേലിന്റെ ജൂതബുദ്ധിയെ കവച്ചു വെക്കുന്ന പ്രതിരോധ തന്ത്രങ്ങൾ ഒരുക്കിയാണ് ആയത്തുള്ള അലി ഖൊമൈനി അടക്കമുള്ള അവരുടെ നേതാക്കളെ ഇറാൻ സംരക്ഷിക്കുന്നത്. അതേ തന്ത്രങ്ങൾ ഹമാസും പകർത്തിയത് കൊണ്ടാണ് ഖത്തറിലെ ആക്രമണത്തിൽ നിന്ന് നേതാക്കളെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഇസ്രയേലിന്റെ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും അതിക്രൂരമായ ചാരക്കണ്ണുകളിൽ പെടാത്ത അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന രീതിയിലാണ് ഇറാന്റെ മറുതന്ത്രങ്ങൾ. ആ പ്രതിരോധ രീതി ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റുകയും ചെയ്യും. ഇതിൽ എന്തൊക്കെ രീതികളാണ് ഹമാസ് പിന്തുടരുന്നത്? അത് എങ്ങനെയാണ് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് ഹമാസിനെ അതിജീവിക്കാൻ സഹായിച്ചത്? വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത ലഭ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇസ്രയേലിന്റെ വിദേശ ചാരസംഘടനയായ മൊസാദിന്റെ ആസൂത്രണങ്ങൾ വളരെ കുപ്രസിദ്ധമാണ്. ഇസ്രയേൽ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നവരെ കൃത്യമായി കണ്ടെത്തുകയും വധിക്കാനുള്ള അതീവ രഹസ്യമായ പദ്ധതി തയ്യാറാക്കുകയുമാണ് മൊസാദ് ചെയ്യുന്നത്. പിന്നീട് ആക്രമണത്തിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യുന്നു. മൊസാദ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഏറെക്കുറെ എല്ലാ ഓപ്പറേഷനുകളും വിജയമായിരുന്നു. അതായത് 99% സക്സസ് റേറ്റ് ആണ് മൊസാദിന് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചും ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയെ ഭൂഗർഭ ബങ്കറിൽ ബോംബിട്ട് വധിച്ചതിന് പിന്നിലും മൊസാദിന്റെ ചാര കണ്ണുകളായിരുന്നു. അങ്ങനെയുള്ള മൊസാദ് തന്നെയാണ് ഖത്തറിലെ ഓപ്പറേഷനും പ്ലാൻ ചെയ്തത്. ഹമാസിന്റെ പ്രധാന നേതാവായ ഖലീദ് അൽ അയ്യ, അന്താരാഷ്ട്ര തലവനായ ഖാലിദ് മിഷേൽ എന്നിവരെ ലക്ഷ്യം വെച്ചായിരുന്നു മൊസാദിന്റെ ഈ ഓപ്പറേഷൻ. ഗാസ സമാധാന ചർച്ചയ്ക്കായി ഹമാസ് നേതാക്കൾ കൂടുന്ന സ്ഥലം കൃത്യമായി കണക്കാക്കി തന്നെയായിരുന്നു ആക്രമണം. ലക്തൈഫിയ ജില്ലയിലെ റെസിഡൻഷ്യൽ കോമ്പൗണ്ടാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. 15 ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകൾ 10 മിസൈലുകൾ തൊടുത്താണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഇസ്രയേലിന് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ആഴ്ചകളുടെ ആസൂത്രണത്തിനും മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനും ഒടുവിലാണ് ദോഹയിലേക്ക് ഇസ്രയേലി ബോംബർ ജെറ്റുകൾ പറന്നു വന്നത്. അങ്ങനെയുള്ള ആസൂത്രണത്തെ അതിജീവിക്കാനാണ് ഹമാസിന് കഴിഞ്ഞത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇസ്രയേൽ ചാരന്മാരും ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. ഖത്തർ സുരക്ഷിത കേന്ദ്രമായതുകൊണ്ട് തന്നെ ഹമാസ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്നായിരുന്നു ഇസ്രയേൽ കരുതിയത്. പക്ഷേ അവിടെയാണ് തെറ്റിയത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അതിസുരക്ഷാ മേഖലയിൽ വെച്ച് ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ ഉദ്യോഗസ്ഥർ ഹമാസിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഏത് സുരക്ഷിത സ്ഥലത്തായാലും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തരുത്. മൊസാദിന്റെ കണ്ണുകൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ നിർദ്ദേശം ഹമാസ് ഖത്തറിലും പിന്തുടർന്നത് കൊണ്ടാണ് അൽ ഹയ്യയെയും മിഷേലിനെയും രക്ഷിക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയായിരുന്നു ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ? ലഭ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ സുരക്ഷയിൽ വന്ന പിഴവ് പറയാം. 2024 ജൂലൈ 31 ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഖത്തറിൽ സ്ഥിര താമസക്കാരനായ ഹനിയ ഇറാൻ പ്രസിഡന്റായി മസൂദ് പെഷഷ്കിയാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അന്ന് ഇറാനിലേക്ക് എത്തിയത്. ഹനിയ ടെഹ്റാനിൽ വരുമ്പോഴെല്ലാം താമസിച്ചിരുന്നത് എപ്പോഴും ഒരേ റൂമിലാണ്, അതായത് ഇറാനിയൻ സർക്കാർ ഗസ്റ്റ് ഹൗസിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ. ഇത് മൊസാദ് മനസ്സിലാക്കി. തുടർന്ന് ഹനിയ എത്തുന്നതിന് 2 മാസം മുമ്പ്, മനസ്സിലാക്കുക 2 മാസം മുമ്പ്, എത്ര വലിയ ആസൂത്രണമാണെന്ന് മനസ്സിലാക്കുക. 2 മാസം മുമ്പ് ഈ മുറിയിൽ മൊസാദിന്റെ ഏജന്റ് ഒരു സ്മഗിൾഡ് ബോംബ് സ്ഥാപിച്ചു. ഏകദേശം 7 കിലോയുള്ള ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അതാണ് സ്ഥാപിച്ചത്. ബോംബ് ഒളിപ്പിച്ചത് എവിടെയാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ തലയിണയ്ക്ക് ഉള്ളിലായിരുന്നു. ഹനിയയുടെ മരണം ഉറപ്പാക്കുക തന്നെയായിരുന്നു ഇതിലൂടെ മൊസാദ് ലക്ഷ്യമിട്ടത്. ഈ നീക്കം അമേരിക്കയെ പോലും ഇസ്രയേൽ അറിയിച്ചില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഓപ്പറേഷൻ. പെഷഷ്കിയാന്റെ സ്ഥാനമേക്കൽ ചടങ്ങിന് ശേഷം തിരിച്ചെത്തിയ ഹനിയ വിശ്രമിക്കാനായി കട്ടിലിൽ കിടന്നു. ഇതേ സമയം ഇറാനിൽ തന്നെയുള്ള മൊസാദിന്റെ ഏജന്റുമാർ റിമോട്ട് ഉപയോഗിച്ച് ബോംബ് പൊട്ടിച്ചു. ഹനിയയും അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡും തൽക്ഷണം മരിച്ചു.
തൊട്ടടുത്ത മുറിയിൽ ഉള്ളവർക്ക് പോലും അറിയാത്ത രീതിയിലായിരുന്നു സ്ഫോടനത്തിന്റെ വ്യാപ്തി. അതായത് ഹനിയ ഒരേ മുറിയിൽ തന്നെ താമസിച്ചത് സുരക്ഷാ വീഴ്ചയായി. മൊസാദിന് കൃത്യമായി അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റി. ഹനിയ ഫോൺ ഉപയോഗിച്ചതും വീഴ്ചയായി. ഫോണിന്റെ ലൊക്കേഷനും മറ്റും വെച്ച് ഹനിയ വിശ്രമിക്കുകയാണ് എന്ന് മൊസാദിന് മനസ്സിലാക്കാൻ പറ്റി. ഇതെല്ലാം ഹനിയയുടെ വധത്തിലേക്ക് നയിച്ചു എന്ന് പറയാം. മൊസാദിന്റെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ മനസ്സിലാക്കിയ ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനുള്ള പ്രതിരോധ രീതി ഹമാസിന് കൈമാറി. ഹനിയയുടെ കൊലപാതകം ഹൈലി സെൻസിറ്റീവും റിസ്കിയുമായ ഒരു മൊസാദ് ഓപ്പറേഷനായിരുന്നു. അതുപോലെ ഒന്ന് തന്നെയാണ് മൊസാദും ഇസ്രയേലും ഖത്തറിലും പ്രയോഗിച്ചത്. പക്ഷേ ഇറാൻ നിർദ്ദേശം അനുസരിച്ചുള്ള സുരക്ഷാ ചിട്ടവട്ടങ്ങൾ ഖത്തറിലും ഹമാസ് സ്വീകരിച്ചത് കൊണ്ട് മൊസാദിന്റെ ലക്ഷ്യം തെറ്റി. അൽ ഹയ്യയും മിഷേലും ആക്രമണം നടന്നതിന് തൊട്ടടുത്ത മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ മൊബൈൽ ഫോണുകളോ ഇലക്ട്രോണിക് വാച്ചുകളോ പോലെയുള്ള മൊസാദ് കടന്നു കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ കടന്നു കയറാൻ അവർക്ക് സാധിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ലബനനിൽ പേജർ സ്ഫോടനം നടത്തി 37 ഹിസ്ബുള്ള പ്രാദേശിക നേതാക്കളെ കൊന്ന 3000-ഓളം പേർക്ക് പരിക്കേൽപ്പിച്ച മൊസാദിന്റെ ടെക്നോളജിക്കൽ സക്സസ് മനസ്സിലാക്കി തന്നെയാണ് ഇറാനും ഹമാസും ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അകറ്റി നിർത്തുന്നത്. മാത്രമല്ല, ഒത്തുചേരുന്നതിന് മുന്നോടിയായി, അതായത് ഹമാസ് നേതാക്കൾ ഒത്തുചേരുന്നതിന് മുന്നോടിയായി പലയിടങ്ങളിലേക്ക് കുറച്ചു നേരത്തെ മാറുന്ന സുരക്ഷാ രീതിയും ഹമാസ് പിന്തുടരുന്നുണ്ട്. ഒപ്പം സ്ഥിരമായി ഒരേ സ്ഥലത്തും യോഗം കൂടാറില്ല. മാത്രമല്ല, യോഗങ്ങൾ ഒരുപാട് നേരം നീളാതിരിക്കാനും ശ്രദ്ധിക്കുന്നു. നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് പോലും വേറെ വേറെ മുറികളിലുമാണ്. കൂട്ടമായുള്ള വധശ്രമത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ രീതിയെല്ലാം ഹമാസ് ഇറാന്റെ നിർദ്ദേശപ്രകാരം പിന്തുടരുന്നത്. അതുപോലെ ഈ പ്രോട്ടോകോളുകളിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുകയും ഹമാസ് ചെയ്യുന്നു. സുരക്ഷിതമായ ഖത്തറിലും പ്രോട്ടോകോൾ കൃത്യമായി ഹമാസ് പിന്തുടർന്നു. ഇസ്രയേൽ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹമാസ് നേതാക്കൾ ആക്രമണം നടന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ അടുത്ത കെട്ടിടത്തിലേക്ക് സുരക്ഷയുടെ ഭാഗമായി, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോകോളിന്റെ ഭാഗമായി മാറി. ആദ്യ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖത്തറിലായതുകൊണ്ട് തന്നെ നിയന്ത്രിതമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ 10 മിസൈലുകൾ ആദ്യ കെട്ടിടത്തിൽ പതിച്ചുവെങ്കിലും തൊട്ടടുത്ത കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടു. ഇതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖാലിദ് മിഷേൽ ഇത് 2ാം തവണയാണ് മൊസാദിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. 1997 ജോർദാനിൽ വെച്ച് മിഷേലിന് വിഷം നൽകി കൊല്ലാൻ മൊസാദ് ശ്രമിച്ചിരുന്നു. എന്നാൽ ജോർദാനിലെ രാജാവിന്റെ ഇടപെടലിൽ മിഷേലിന് ആന്റിഡോട്ട് നൽകി രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഖത്തറിലേക്ക് സ്ഥിര താമസത്തിനായി വന്നത്. തന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്ന ഓപ്പറേഷന് ശേഷം ഇസ്രയേലിന്റെ ബോംബർ ജെറ്റുകൾ ഗൾഫ് മേഖല വിട്ട് മടങ്ങിയെത്തുന്നത് വരെ ഹമാസ് നേതാക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന വിശ്വാസത്തിലായിരുന്നു നെതന്യാഹുവും സംഘവും. അതിസാധാരണമായ ഓപ്പറേഷൻ വിജയം എന്ന സന്ദേശമാണ് മൊസാദ് നെതന്യാഹുവിന് ആദ്യം നൽകിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് തിരുത്തി, ലക്ഷ്യം തെറ്റിയെന്നറിയിച്ചു. അങ്ങനെ ഇറാന്റെ മറുതന്ത്രം മൊസാദിന്റെ ലക്ഷ്യം വീണ്ടും തെറ്റിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ കൊല്ലാൻ മൊസാദും ഇസ്രയേലും പഠിച്ച പണി 18 നോക്കിയതാണ്. ഇപ്പോഴും അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. പക്ഷേ ഇറാന്റെ അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് ഖൊമേനിയിലേക്ക് എത്താൻ ഇതുവരെ മൊസാദിന്റെ ചാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിലാണ് ഖൊമേനി ഉള്ളത്. അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ചും രാജ്യത്തെ പ്രധാന നേതാക്കൾക്കും സൈനിക തലവന്മാർക്കും വരെ അറിവില്ല. അത് അറിയാവുന്നവർ വളരെ ചുരുക്കം പേരാണ്. അങ്ങനെയുള്ള സുരക്ഷാ ചുമതലക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറുകയും ചെയ്യും. അതായത് ഖൊമേനി എവിടെയാണ് ഉള്ളതെന്ന് എപ്പോഴും എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മൊസാദിന്റെ ഓപ്പറേഷനുകൾ പരാജയപ്പെടുന്നത്. മാത്രമല്ല, മൊസാദ് ഏജന്റുമാരെ കണ്ടെത്തി വധിക്കാൻ ഇറാന് കഴിയുകയും ചെയ്യുന്നു. ജൂതബുദ്ധിയെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് മിക്കപ്പോഴും ഇറാന്റെ നടപടികൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ഇറാന് വിജയതുല്യമായ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കാരണം ഇറാന് എന്തൊക്കെ ആയുധ സംവിധാനങ്ങളുണ്ടെന്നും അവരുടെ മിസൈലുകളുടെ പരിധിയും വേഗവും എന്താണെന്നും ഇപ്പോഴും പുറത്താർക്കും അറിയില്ല. ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചപ്പോഴാണ് ഇസ്രയേലിന് തന്നെ അത് മനസ്സിലായത്. പക്ഷേ അതൊക്കെ ട്രെയിലർ ആയിരുന്നു എന്നാണ് ഇറാന്റെ സൈനിക ശക്തി അറിയുന്ന നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. യുദ്ധം തുടർന്നു പോയിരുന്നെങ്കിൽ, അതായത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇസ്രയേൽ ഇതിലും വലിയ നാണക്കേടിലേക്ക് വീണേനെ.
അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും ഹമാസിന് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശത്തിലൂടെ അവരത് പാലിച്ചതിലൂടെ അവരുടെ പ്രധാന നേതാക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇനിയും ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് ഹമാസ് തീരുമാനം. അതിനായി ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സഹായം വീണ്ടും തേടുമെന്നും അറിയുന്നു. ഒപ്പം ഖത്തറും രാജ്യത്തെ ഇസ്രയേൽ ചാരന്മാരെ ഒതുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മൊസാദിന്റെ വലിയ സക്സസ് റേറ്റിനിടയിൽ പരാജയപ്പെട്ട ഓപ്പറേഷനായി അറിയപ്പെടും ഖത്തറിലെ ആക്രമണം. ഒപ്പം ഇറാൻ തന്ത്രങ്ങളോട് അവർ വീണ്ടും അടിപതറിയതിന്റെ ചരിത്ര രേഖയായും ഇത് മാറും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകൾ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.